വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസിന ബിറളില്ലാഹി വ ബഅദ്. നമ്മൾ ഈ മദ്രസ നമ്മുടെ സമുദായത്തിലാണ്, മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ മതാധ്യാപനവും ധാർമ്മിക വിദ്യാഭ്യാസവും കൊടുക്കുന്നത്, അല്ലെ? മദ്രസ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറാക്കി സിലബസ് വെച്ച് അധ്യാപകരെ വെച്ച് അതിന് പ്രത്യേകമായ പ്രൊമോഷൻ നൽകി അങ്ങനെ കൊടുക്കുന്നത് വേറെ ഇല്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് മുസ്ലിം കുട്ടികൾ തെറ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ തെറ്റുകളുടെ മുഖത്ത് അവരുടെ പേരുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഒരു നിരീക്ഷണം ഇങ്ങനെ നടത്തിയ സമയത്ത് കിട്ടിയതാണ്. നമ്മള് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായ നിരീക്ഷണം നടത്തിയപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ കാണുന്നത് എന്നുള്ളത്. ഈ ഒരു വിഷയത്തെ പരിഹരിക്കാനാണ് വിദ്യാഭ്യാസ ബോർഡ്, ഇപ്പൊ നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ നിശ്ചിത അളവിൽ പാരന്റ്സിന് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. കാരണം ഈ കോൺട്രഡിക്ഷൻ മാറേണ്ടതുണ്ട്. കുട്ടി പഠിക്കുന്ന കാര്യമല്ല കാണുന്നത്, പഠിക്കുന്ന കാര്യമല്ല വീട്ടിലെത്തുമ്പോ കാണുന്നത്. കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കുന്നു, 2ാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നുണ പറയാൻ പാടില്ല. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നുണ പറയാത്ത കാരണം കൊണ്ട്, സത്യം പറഞ്ഞ കാരണം കള്ളന്മാർ വരെ ഇസ്ലാമിലേക്ക് വന്ന അതിഭയങ്കരമായ കഥയൊക്കെ പഠിച്ച് വീട്ടിലെത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലെ കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. ഏതോ ഇപ്പൊ എടുക്കാൻ പാടില്ലാത്ത ഫോണാണ്. ഫോണ് വരുമ്പോ വാപ്പ എന്ത് ചെയ്യുന്നത്? ആ ഫോണ് മോന്റെ അടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഇപ്പച്ചി ബാത്റൂമില്ല എന്ന് പറ. ഇത് നടക്കണ്ട, ഇവിടെ നടക്കണ്ടാവൂല അല്ലെ? ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല, നല്ല മനുഷ്യന്മാരാണ്. ഇങ്ങനെ സംഭവിച്ചാൽ നുണ പറയരുത് എന്ന് രാവിലെ ഇരുന്ന് പഠിച്ച ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓപ്പോസിറ്റ് കാര്യമാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യം കുട്ടിയെ ശരിയല്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഉമ്മമാർക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഉദാഹരണം പറയാം. മദ്രസയിൽ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ കഥ പഠിപ്പിക്കുകയാണ്. യുദ്ധത്തില് മരിക്കാൻ കിടക്കുന്ന സ്വഹാബി തനിക്ക് വെള്ളം കൊണ്ടുവന്ന് തരുന്ന സമയത്ത് ആ വെള്ളം വായിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അപ്പുറത്ത് തന്റെ സുഹൃത്ത് വെള്ളത്തിന് വേണ്ടി കരയുന്നു. ആ കരയുന്ന കരച്ചിൽ കേട്ടപ്പോ എനിക്കല്ല അയാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നു. ഈ വെള്ളവുമായി വന്ന ആള് അയാളുടെ അടുത്തേക്ക് പോകുന്നു. ഞാൻ മരണത്തിന്റെ മുമ്പിലാണ്, എന്നാലും എന്റെ സുഹൃത്തിനെ സഹായിക്കണം, അവനക്കാണ് കൂടുതൽ വേണ്ടത്. അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അപ്പുറത്ത് ശബ്ദം കേൾക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. ഈ വെള്ളപ്പാത്രവുമായിട്ട് അവിടെ എത്തുമ്പോ അയാൾ മരിച്ചിരിക്കുന്നു. തിരിച്ചു വരുന്നു, അപ്പൊ ഇയാളും മരിച്ചിരിക്കുന്നു. ആദ്യത്തെ ആളുടെ അടുത്ത് എത്തുന്നു, അയാളും മരിച്ചിരിക്കുന്നു. ഒരു പാത്രം വെള്ളവുമായിട്ട് തന്റെ സഹജീവിക്കു വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുന്ന, മരണവേളയിൽ പോലും ത്യാഗം ചെയ്യുന്ന സ്വഹാബികളെ കുറിച്ച് പഠിക്കുന്ന കുട്ടി. വേദനിക്കുന്നവനെ പരിഗണിക്കണം, മറ്റുള്ളവർക്ക് പങ്കുവെക്കണം, ഇതൊക്കെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. വളരെ ഭംഗിയായി നല്ല ചരിത്രങ്ങൾ വെച്ച് വീട്ടിലെത്തുന്നു. ഉമ്മ മിഠായി കൊടുത്തിട്ടുണ്ട്, 3 മക്കളുള്ള വീട്ടില് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ. ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് സാധാരണ എന്താ പറയാ? അത് നിങ്ങളെ മറ്റുള്ളവർ കണ്ടഞ്ഞി ആണ് വായനിട്ട, മറ്റുള്ളവർ കാണണ്ട. ഇത് തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടോ? രാവിലെ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠവും ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ വിഷയവും ഇത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളിൽ നന്മകൾ നിലനിൽക്കില്ല. കാരണം ഇതിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാതെ എന്റെ ഉമ്മ എന്റെ എല്ലാമാണ്, എന്റെ വാപ്പ എന്റെ രാജാവാണ്, എന്റെ വാപ്പ ചെയ്യുന്നതാണോ ശരി, അതോ രാവിലെ ഉസ്താദ് പറഞ്ഞതാണോ ശരി? ഈ ശരികൾക്കിടയിൽ മക്കൾ എന്താവുന്നു? ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. സോ ഇവരുടെ ഉള്ളിൽ ഒന്നും നിലനിൽക്കാതെ പോകുന്നു. ഇതിന്റെ ഒരു ചെറിയ ഭാഗമൊക്കെ ശരി നടക്കുന്നില്ലേ? ഈ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നില്ലേ? ഈ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന് പരിഹാരം വേണം. ഈ പരിഹാരം നമ്മൾ മദ്രസക്കകത്തിരുന്ന് ഉസ്താദുമാർക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് പാരന്റ്സ് നന്നായി ഈ വിഷയങ്ങളിൽ അവെയർ ആയിരിക്കണം.
നല്ല ബോധമുള്ള ആൾക്കാരായിരിക്കണം. ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അത് എൻ്റെ മക്കളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിന് എനിക്ക് നല്ല ബോധ്യം വേണം. ഇപ്പോ പാരന്റ്സിന് പറയാനുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ്. കുട്ടികൾ സാധാരണ മൊബൈല് മാറ്റി വെക്കില്ല, ഏത് നേരം നോക്കിയാലും മൊബൈലാണ് അല്ലേ? ആരാണ് കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടാക്കി കൊടുത്തത്? അത് നമ്മളിങ്ങനെ അതിന്റെ പരിഹാരത്തേക്ക് പോയാൽ താനെ അതിന്റെ പ്രശ്നം മനസ്സിലാകും. നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും നിശ്ചിത ഇടങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലേ അറിയാം. ഈ മൊബൈൽ ഫോൺ നമ്മൾ എങ്ങനെ, കുട്ടികളെ പ്രശ്നം പറയുമ്പോൾ നമ്മളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? നമ്മുടെ വീട്ടിൽ ചെരുപ്പ് വെക്കുന്നിടത്ത് കത്തി വെക്കുവോ? ഇല്ല. കത്തി വെക്കുന്നിടത്ത് സോപ്പ് വെക്കുവോ? ഇല്ല. സോപ്പ് വെക്കുന്നിടത്ത് ഉള്ളി വെക്കുവോ? ഇല്ല. എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഉള്ളി വെക്കുന്നിടത്ത് ഡ്രസ്സ് വെക്കുവോ? നമുക്ക് എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഈ സാധനത്തിന്റെ സ്പേസ് എവിടെയാ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, രാവിലെ ഉച്ച അങ്ങനെ സമയമുണ്ട് അല്ലേ? അതേപോലെ നിസ്കരിക്കാൻ സമയമുണ്ട്. പലതിനും നമുക്ക് നിശ്ചിത സമയങ്ങളുണ്ട്. ഇത് ഉപയോഗിക്കാനുള്ള സമയം എപ്പോഴാ? ഉപയോഗിക്കാനുള്ള നമ്മുടെ സമയം എപ്പോഴാ? നമുക്കൊരു നിശ്ചിത സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ട സമയം നമുക്ക് കറക്റ്റ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ യാസീൻ ഓതിക്കണം എല്ലാവരും. അതിനൊക്കെ നമുക്ക് സമയമുണ്ട്, കറക്റ്റ് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഇത് ഉപയോഗിക്കാനുള്ള നമ്മുടെ സമയം എപ്പോഴാ? അപ്പൊ ഇനി നമ്മൾ ആരുടെ കുറ്റം പറയാം? എവിടുന്നാ നമ്മൾ പരിഹാരങ്ങൾ ആരംഭിക്കേണ്ടത്? ഈ സാധനത്തിൽ നമ്മൾ അഡിക്റ്റ് ആക്കുന്നത് എന്നു മുതലാണെന്നറിയോ? കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കണ കാലം മുതൽ. അങ്ങനെ തന്നെയല്ലേ എവിടെ ഉള്ളത്? കുറുക്ക് കൊടുക്കുക തന്നെയല്ലേ ഉണ്ടാകുക? എത്ര മാസം മുതലാ കുറുക്ക് കൊടുക്കുക? ഒരു 3 മാസം അല്ലേ, 4 മാസം, ചിലര് 6 മാസം. അന്നേരം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലുമേണ് കിടത്തിയിട്ട് മുകളിലുള്ള വല്ല ചെലന്തിയെയോ, അതിന് തന്നെ അബദ്ധങ്ങളുണ്ട്, പോട്ടെ ഞാൻ വേറെ പറയാം, പല്ലിയെയോ പാറ്റയെയോ അതിനെ പോകുന്നല്ലേ എന്തേലൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നീ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒക്കത്ത് വെച്ചിട്ട് പുറത്തേക്ക് നടക്കും, ഇലകളും പൂമ്പാറ്റകളും കാണിച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? ഭക്ഷണം കൊടുത്തിരുന്നത്. ഇപ്പോഴാ എല്ലാ സാധനത്തിനകത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇതിങ്ങനെ മേലെ വെച്ചേക്കും, താഴെ ഇങ്ങനെ ഇതിങ്ങനെ വായം പൊളിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇത് ഇങ്ങനെ കോരിട്ടുകൊണ്ടെടുത്തിരിക്കുകയാണ്. അഡിഷൻ ആരാ ഉണ്ടാക്കിയത്? ഇതിന്റെ അഡിഷൻ ആരാ ഉണ്ടാക്കിയത്? ഞാൻ നിങ്ങളെ കുറ്റം പറയാനായിട്ട് വന്നതല്ല കേട്ടാ, ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തണല്ലോ. അപ്പൊ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പരിഹാരങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. നമ്മൾ സാധാരണ ഞാൻ മൊബൈൽ ഫോണിന് പരിഹാരം പറയുമ്പോൾ പറയാറുള്ളത്, മൊബൈൽ ഫോൺ നിശ്ചിത സ്ഥലവും നിശ്ചിത സമയവും വെക്കുക. ആർക്ക്? പാരന്റിന്. വീട്ടിൽ നിയമം വെക്കുക, പിന്നെ സമയത്ത് ഉപയോഗിക്കാവൂ, പിന്നെ കോമൺ ആയ സ്ഥലത്ത് ഫോൺ ഉണ്ടായിരിക്കണം. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച് നല്ലപോലെ നടക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ ഒരു സ്കൂളില് ഈ ആഴ്ച സ്കൂൾ പൂട്ടുന്ന സമയത്ത് 12 ചെറിയ കുട്ടികൾക്ക്, 6 വയസ്സുള്ള കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു. എന്തിനാ സമ്മാനം വെച്ചാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ തീരെ മൊബൈൽ ഫോൺ എടുക്കാത്തതിന്. 6 വയസ്സായ കുട്ടികൾക്ക് ഫോണിന്റെ യാതൊരു ആവശ്യമില്ല. ആ ആവശ്യമില്ലായ്മയെ അവരെ ബോധ്യപ്പെടുത്തുകയും അത് ചെയ്യേണ്ട രീതിയെ പാരന്റ്സിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു. അവർ അത് ഫോളോ ചെയ്തു. ആ കുട്ടികൾ തീരെ ഫോൺ തൊട്ടിട്ടില്ല, കൊടുത്താൽ പോലും മേടിക്കൂല. ആ ഒരു പരിവസ്ഥിതിയിലേക്ക് എത്തി. ഇതെത്തിക്കാൻ പറ്റും, അതിനകത്ത് ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി. ഞാൻ വഴിയെ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇനി വന്നിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ, ഉസ്താദ് ഇതിന്റെ പരിഹാരം പറഞ്ഞു. ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് പോകും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കണം, അതിന്റെ പരിഹാരം കിട്ടിയിട്ടില്ല എന്ന് പറയണം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ കുട്ടികളിൽ ആറ്റിറ്റ്യൂഡും സ്കില്ലും ഉണ്ടാക്കാൻ പാരന്റ്സ് നല്ലപോലെ സഹകരിക്കേണ്ടതുണ്ട്.